നമ്മുടെ അലിഞ്ചസ് പെരയുടെ സിനിമ പുതിയത് അലിയേട്ടന്റെ പെണ്ണ് ആൻസി സിനിമ അനൗൺസ് ചെയ്തിട്ടാണ് ഗൈസ് നമ്മുടെ അലിഞ്ചസ് പെരേര. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗിലാണ്. ഞങ്ങൾ ഫാൻസ് ഒക്കെ ഭയങ്കര ത്രില്ലിലാണ്. അലിഞ്ചസ് പെരേരയുടെ അലിയേട്ടന്റെ പെണ്ണ് ആൻസി ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഭയങ്കര ഫാൻസ് എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. ഒരു സൂപ്പർ 100 കോടി ക്ലബ്ബിൽ കയറാൻ സാധ്യതയുള്ള സിനിമ തന്നെയാണ് അലിഞ്ചസ് പെരേരയുടെ മിക്ക സിനിമകളും. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയും 100 കോടി ക്ലബ്ബിലേക്ക് കയറും. ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. നമുക്ക് അലിഞ്ചോസ് പെരേരയുടെ കാര്യങ്ങളൊക്കെ അലിഞ്ചോസ് പെരേര തന്നെ ചോദിച്ചറിയാം. എസ് എം എ അല്ല, എസ്മ സീരീസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അലിഞ്ചോസ് പെരേരയുടെ പുതിയ സിനിമ വരുന്നു. ഫുൾ നേക്ഡ് അല്ല, അവന് പിന്നെ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഫുൾ ഡ്രസ്സിൽ ഹോട്ട്, വെയിലത്ത് വല്ലതും പോയി നിൽക്കുമായിരിക്കും. എല്ലാവരും ചൂടെടുക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഹോട്ടാണ്. പാവം ഫുൾ ഡ്രസ് ഹോട്ട് കണ്ടിട്ടില്ലേ എന്ന് വിയർത്തൊലിച്ച് നിൽക്കുമ്പോ കണ്ടിട്ടുണ്ടെന്ന്. എന്നെ ആയിട്ടുമാണ് ഇവൻ. എസ് എമ്മയുടെ അത്ര വരത്തില്ല. എസ് എമ്മ കഥയ്ക്ക് ആശ്രിതമായിട്ടാണ് ഇപ്പോ ഭർത്താവില്ലാത്ത സമയത്ത് അന്യപുരുഷന്റെ കൂടെ ചെലവിട്ടുള്ള ഹോട്ട് നിമിഷങ്ങൾ. ഭർത്താവില്ലാത്ത നേരത്ത് അന്യപുരുഷനോടൊപ്പം ചെലവിട്ടുള്ള ഹോട്ട് നിമിഷങ്ങൾ, അതാണ് സിനിമ. എന്താ അലിയേട്ടന്റെ പെണ്ണ്. എല്ലാരും കാണണം കേട്ടോ ഈ സിനിമയൊക്കെ. ഇവിടെ ഇപ്പൊ നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ എടുക്കുക പടത്തിന് അത്രയും വരത്തില്ല, കുറച്ചുകൂടി കുറവായിരിക്കും. അല്ല ഇപ്പൊ ഇവിടെ കാണുന്ന പല പടങ്ങളുടെ എത്രയൊന്നും ആ സ്റ്റാൻഡേർഡ് ആ സിനിമയ്ക്ക് ഉണ്ടാകത്തില്ല. അതായത് ക്വാളിറ്റിയുള്ള ക്യാമറ ഉണ്ടാകത്തില്ല. എല്ലാവരും ഈ പറഞ്ഞ മക്കളാരും അഭിനയിക്കുന്നില്ല. എല്ലാം ഇവിടെ ഉള്ള ഈ റിവ്യൂ പറഞ്ഞ് നടക്കുന്ന അലിഞ്ചോസ് പെരേരയും കൂട്ടുകാരും ഒക്കെ ആയിരിക്കും. പിന്നെന്താ, പിന്നെ ഇത്രയും തള്ളൊന്നും കാണത്തില്ല. ഇതുപോലത്തെ വർത്താനൊക്കെ കാണത്തുള്ളൂ. അവര് ഇവനെ നല്ല ക്യാമറ കൊടുത്തിട്ട് ഈ പറഞ്ഞ ഒരു ക്രൂ ഒക്കെ കൊടുത്തതിന് ഇവൻ വലിയ സിനിമാറിന്റെ മോനാകാൻ ഭാഗ്യമായി പോയി. ഇല്ലാന്ന് ഇവന്റെ പടം കാണേണ്ടി വന്നത്. അതാണ് ഏറ്റവും രസമായിട്ടുള്ളത്. വില്ലൻ വന്ന് പീഡിപ്പിക്കുന്ന രസകരമായ സംഭവവികാസങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. ഇത് ഭയങ്കര ട്വിസ്റ്റാണ് പടത്തിനകത്ത്. അതായത് ഭർത്താവിനെ ചീറ്റ് ചെയ്ത ഒരു ഭാര്യ കാമുകനുമായി ഉള്ള എന്താ പറയുക ഹോട്ട് നിമിഷങ്ങൾ. അതിനിടെ കാമുകനാണ് ഹീറോ. അത് കൊള്ളാം. ഭർത്താവിന് റോളൊന്നും ഇല്ലല്ലേ. ഭർത്താവിന് അങ്ങനെയൊന്നും പറ്റത്തില്ല. ആ ഹോട്ട് നിമിഷങ്ങളില് വില്ലൻ വന്ന് ഈ പെണ്ണിനെ റേപ്പ് ചെയ്യുന്ന പെണ്ണിനെ ഇത് ഭയങ്കര സംഭവമായി പോയിട്ട്. ഇത് ഒരു ട്രിലോജി അല്ലേ. ഒരാൾക്കുള്ളത് അതായത് നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭർത്താവ് കാമുകൻ ഒരു കാമാസക്തിയോട് പെണ്ണിനെ കാണുന്ന മാംസം മാത്രം ബോധവസ്തുവായി, സ്ത്രീയെ ബോധവസ്തുവായി കാണുന്ന വില്ലൻ. ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്താ ലീഗലി മാരീഡ് കോൺട്രാക്ട് ഉള്ള പാർട്ട്ണർ. അത് അങ്ങനെ. കാമുകൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ കാമുകൻ മനസ്സിലല്ല, ബന്ധങ്ങൾ മനസ്സിലായി. സ്ത്രീയോടുള്ള 3 സമീപനമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പൊ അതുപോലത്തെ ഹോട്ട് നിമിഷങ്ങൾ അതിനോടൊപ്പം ഉണ്ട്. അതും ഫുൾ ഡ്രസ് ഇട്ടിട്ട് ചൂടത്തെടുത്ത സിനിമയാണ്. വെയിലത്തെ കണ്ട് വിയർത്തൊലിച്ച് ബീച്ചിൽ കൂടെ ഓടുന്ന സീനൊക്കെ കാണുക. പെരേരയാണ് ബീച്ചിലൂടെ ഒരു ഓട്ടം ഉറപ്പ്, അടിയും കാണും. സൂപ്പർ സ്റ്റണ്ട് സീൻസ്, അങ്ങനെ പല കാര്യങ്ങളും അപ്പനോടുണ്ടാകുന്ന പൊളിച്ചേനെ. വെള്ളമായിട്ട് അതുണ്ടോ? അത് ഞാൻ കണ്ടിട്ടില്ല. ഓ വെള്ളത്തെ തൊഴിക്കും അല്ലേ? ഓ ശരിയാ. ബീച്ചിൽ കൂടെ ഓടി മണ്ണിനെ ചവിട്ടി മെതിക്കുക, വെള്ളത്തെ ചവിട്ടി തെറിപ്പിക്കുക എന്നീ സ്റ്റണ്ട് സീനുകളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് ഇവൻ. ഞാൻ വെറുതെ പറഞ്ഞല്ലോ, ഇവൻ ഏതെങ്കിലും ഇവിടുത്തെ ഊളകളുടെ സിനിമാടന്മാരുടെ വല്ല മോനാണെങ്കിൽ ഇവിടെ ഇവൻ എടുക്കുന്ന സിനിമയൊക്കെ കണ്ടിട്ട് ഈ പിള്ളേരൊക്കെ പറഞ്ഞതിന് പെരേരേട്ടൻ പെരേരേട്ടനല്ല പെരേര അച്ചായൻ പെരേട്ടൻ പൊളിയാ, പെരേട്ട സൂപ്പറാ, പെരേച്ചാൻ സൂപ്പറാ. പെരേച്ചാന്റെ പടത്തിലെ പാട്ടും ഡാൻസ് സൂപ്പറാന്ന് പറയും. ഇവനെ കൊണ്ട് കളിപ്പിക്കാൻ എന്താ പാട്? ഇവന് ഇതേപോലത്തെ നാണം ഇല്ലാത്ത ഉടുപ്പില്ലാത്തവന്മാർ തന്നെയാ മറ്റവന്മാരും. ഇവനൊക്കെ കാണിക്കുന്ന എന്തുവാ? അതുപോലെ തന്നെയുള്ളു. ഇവന് പൈസ ഇല്ല, താങ്ങാൻ ആളില്ല. അപ്പൻ വലിയ എന്താ പറയണ്ടേ സിനിമാടനല്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒരു തരം പ്രത്യേകതരം ഊളത്തിനെ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇത്രയും ഈ ചെറിയ നേരം കൊണ്ടാവും പറഞ്ഞ കഥ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭർത്താവ്, അതായത് ഒരു ഫാമിലി റിലേഷൻഷിപ്പിലുള്ള ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ആരും ആയിക്കോട്ടെ, അവർക്ക് ഒരു കാമുകനുണ്ടാകുന്നു. സ്വാഭാവികം. ഈ നാട്ടിലൊക്കെ നടക്കുന്ന ഭയങ്കര സംഭവമാണ്. അതിന് അവിഹിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ അങ്ങനൊന്നും ഇല്ല, വലിയ കാര്യമൊന്നുമില്ല, കാഷ്വൽ. അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണറോടൊപ്പം അവർ എവിടെ പോകുമായിരിക്കും. അപ്പൊ ആ സമയം അതുകൂടെ ആ റിലേഷൻഷിപ്പിന് ഇടയിൽ ഒരു വില്ലൻ വന്നിട്ട്
വില്ലൻ എന്ന് പറയുന്ന ആരാണ്? സെക്സ് മാനിയക് ആയിട്ടുള്ള ഒരു റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഒരു സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയാം. അതാണ് സാമൂഹ്യ വിരുദ്ധത. അവിടെ മറ്റേ രണ്ടും ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആണ് ഒരു പരിധി വരെയൊക്കെ. മറ്റേ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കി ആസിഡ് എറിഞ്ഞില്ല, കൊലപാതകം നടത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് ഇത് അറിഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതും ഒരു പ്രശ്നമല്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങൾ പോലെ ഇരിക്കും. ഈ മറ്റേ പൊസസീവ്നെസ്, ഈ വക അസുഖങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാര്യമാരോ ഭർത്താവിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെ സോഷ്യലി അക്സെപ്റ്റഡ് ആയ മാരേജ് എന്ന് പറയുന്ന കോൺട്രാക്റ്റിലല്ലേ ലീഗലി ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന രണ്ടുപേരിൽ ഒരാൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ചില പോരായ്മകൾ ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് രണ്ടാമതൊരു പാർട്ട്ണർ, ഹ്യൂമൻസ് അങ്ങനെ മോണോഗാമി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ട്ണർ കൂടെ തേടി ചെന്നിരിക്കാം. പിന്നെ സൈക്കോളജി ഒക്കെ പറയുകയാണെങ്കിൽ അതിന് വേറെ കാര്യമുണ്ട് കേട്ടോ. ഒരു പെണ്ണ് അയാളുടെ ആദ്യത്തെ കുട്ടിയെ പ്രസവിക്കുന്ന ആ ഒരു ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യുന്ന പുരുഷൻ ഇപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പണ്ടാണെങ്കിൽ ഏറ്റവും കരുത്തനും ഒക്കെ ഉള്ള ഒരാൾ വേണം. കാരണം ആ കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഇവരെയും പ്രൊട്ടക്ട് ചെയ്യണം കുറേ നാളത്തേക്ക് പല സ്ഥാനത്ത് നിന്ന്. അതുകൊണ്ട് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ വന്ന കാലത്ത് അത് കാശും കാറും വീടും ഒക്കെ ആയതുകൊണ്ട് ആ പെണ്ണിന് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അവർ പ്രേമിച്ച പെണ്ണ് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു കാര്യം ചിന്തിച്ചു പോയാൽ, കൂടുതൽ പേര് ചിന്തിക്കാറുണ്ട്. അല്ലാത്തവർ അത്ര കറക്റ്റ് അല്ല, അതൊരു തെറ്റിപ്പോകുന്നതാണ് പറയാൻ പറ്റുന്നത്. ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു പാർട്ണറെ തന്നെ സെലക്ട് ചെയ്യും കൂട്ടത്തിൽ നിന്ന്. പിന്നെ അവർക്കൊരു റേഞ്ച് ഉണ്ടല്ലോ. എല്ലാവർക്കും അമിതാഭ് പോട്ടെ, സോറി തെറ്റിപ്പോയി, മറ്റേ ദുൽഖർ സൽമാൻ എന്നും പൃഥ്വിരാജ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവർ നോക്കുമ്പോഴായിരിക്കും ചെറുത്താൻ ഓൺലൈൻ സൂപ്പർ, ഇയാളെ എന്നെ സെലക്ട് ചെയ്തേക്കാം. അത് അവരുടെ റേഞ്ച് അത്ര ആളുകൾ. അവർക്ക് ദുൽഖറിനെ കിട്ടുന്ന ആരും ഉറപ്പാകാതെ ദുൽഖർ കെട്ടിപ്പോയി, സ്വാഗത് കെട്ടിപ്പോയി എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് അങ്ങനെ വന്നിട്ട് പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവർ വേറൊരു പാർട്ട്ണർ അങ്ങനെ ഒരാളെ കണ്ടെത്തും. അത് കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, കൊച്ചു കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു എന്താ പറയണ്ട, അങ്ങനത്തെ ഒരു ഈ മനുഷ്യനുള്ള ആ ഒരു സ്വാഭാവികമായ ഒരു മാനസിക സംഭവം ഉണ്ടല്ലോ, അതങ്ങ് മാറും, അത് കുറച്ച് കുറയും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ വേറൊരു ഇണയെ തേടാൻ സാധ്യതകൾ കൂടുതലാണ്. സ്ത്രീകൾ മെയിൽ അല്ല ഈ പറഞ്ഞ മൃഗങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും ഒരു 2 പ്രസവം കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. അതിന് അങ്ങനെ ഒരു ചോയ്സ് ഒന്നും കാണത്തില്ല. അവർക്ക് തന്നെ കൊച്ചിനെ വളർത്താൻ വരെ പ്രാപ്തരായി കാണും. ചിലപ്പോൾ മനുഷ്യനാണ് ഉറപ്പായിട്ട് 35 വയസ്സ് കഴിയുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ 30, 32, 33 വയസ്സൊക്കെ ആവുകയാണ് സ്ഥിരമായിട്ട് സംഭവിക്കാറ്. ഇപ്പോഴത്തെ ഒരു ആയുർദൈർഘ്യവും ഇവിടുത്തെ ജീവിത രീതിയും ഇന്നത്തെ സാഹചര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് പ്രായം. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അതിനെപ്പറ്റി സയന്റിഫിക് ആയിട്ട് ഇവർ എത്രത്തോളം ആ പടത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അത് കഴിഞ്ഞ് വില്ലൻ വരികയാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2 പേരെ നമുക്ക് സോഷ്യലി അക്സെപ്റ്റബിൾ ആണ് ഒരു പരിധി വരെയൊക്കെ. ഈ 2 കേസ് ഇങ്ങനെയൊക്കെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ പറഞ്ഞ പോലെ സൈക്കാട്രിക്കലി ഓർ പാരാസൈക്കോളജിക്കലി എന്നൊക്കെ പറയുന്ന പോലത്തെ രീതികളിൽ ശാസ്ത്രീയവും അശാസ്ത്രീയവും മാന്ത്രികവുമായ സാമൂഹികവും സാമ്പത്തികവും അതിനുപരി ലൈംഗികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഈ മൂന്നാമത് വരുന്നത് വില്ലനാണ്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അലിൻ ജോസ് പെരേര എന്ന ഡയറക്ടറിന്റെ ബ്രില്യൻസും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ബ്രില്യൻസും ആണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിലായോ? പിന്നെ ഓൾബ്രൈറ്റ് കുഴപ്പമൊന്നുമില്ല. ഓൾബ്രൈറ്റ് ആണ് അവൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഇവരുടെ എന്തോ ബ്ലഡി നൈറ്റ്, ഒരു കുഴപ്പമില്ലെന്ന്. എന്തോടെ പ്രശ്നം അതിനകത്ത്? ഇവന്മാർ ഈ പറയുന്ന തെറി വിളിക്കുന്നവന്മാർ കാണുന്ന സിനിമയൊക്കെ ആണ്ട് വേറെ മെച്ചമുള്ള സിനിമ കണ്ടിട്ട് വന്ന് ചീത്ത വിളിക്കുന്നവരുണ്ട്. ഞാൻ ഓൾബ്രൈറ്റിനെ വിളിച്ച് പറഞ്ഞത് ആകെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് സമയം പോകുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാതെ ഈ പറഞ്ഞ പോലെ കുറച്ച് സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നിരുന്നേ അത്രയും എനിക്ക് ബോറടിക്കത്തില്ലായിരുന്നു. അല്ലാത്ത പക്ഷെ അവർ ചെയ്തതിനകത്ത് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഉള്ളവന്മാർ ചെയ്യുന്ന എന്തുവാ? വലിയൊരു ക്യാമറയും ക്രൂവും ഒക്കെ ആയിട്ട് പോയിട്ട് ഇതുപോലെ എന്തൊരു കഥ എടുക്കും, എന്നിട്ട് വന്നിട്ട് തള്ളും. മോഹൻലാലൊക്കെ ചെയ്യുന്ന പഠനമൊക്കെ ഭേദമാണ്. അപ്പൊ ഇതിനകത്ത് രസകരമായ കുറെ സംഭവങ്ങളുണ്ട് പിന്നീട്. അതായത് ഈ പെണ്ണിനെ പീഡിപ്പിക്കുന്ന രസകരമായ കുറെ കാഴ്ചകൾ. അതൊക്കെ ഇവിടെ പ്രേക്ഷകരെ ഉദ്ദേശിച്ചാണ് ഇപ്പൊ അലിൻ ജോസ് പെരേര ഇത് പറയുന്നത്. മനസ്സിലായി? അലിൻ ജോസ് പെരേര പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരിക്കലും ആ കഥയെ ആസ്പദമാക്കിയിട്ട് കഥ ആ ഒരു പശ്ചാത്തലത്തില് അല്ല അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്ര രസകരമല്ല. റേപ്പ് രസകരമായ സംഭവമല്ല. പക്ഷെ അത് കാണുന്ന പ്രേക്ഷകന് അത് ഭയങ്കര രസകരമായിരിക്കും. മനസ്സിലായി? റേപ്പ് കാണുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, പലർക്കും റേപ്പ് ഇഷ്ടമാണ്. ഇവിടെയാണെങ്കിലും റേപ്പ് വിക്ടിംസിനെ കളിയാക്കുന്ന കേട്ടില്ലേ? അപ്പൊ അതുപോലുള്ളവർക്ക് രസകരമായ ഒരു കാഴ്ച അനുഭവം തന്നെ ചിലപ്പോൾ ഈ സിനിമയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റേപ്പ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള റേപ്പുണ്ട്. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ തല ഇങ്ങനെ വെട്ടിച്ചിട്ട് ഈ മുഖം ചെന്ന് ഇവിടെ മുട്ടുമ്പോൾ കഴിയുന്ന റേപ്പുണ്ട്. പിന്നെ പൊട്ടിങ്ങനെ പടർന്ന് സാരി ഇങ്ങനെ വലിച്ചു കീറി ഇങ്ങനെ പൊത്തി നിൽക്കുന്ന റേപ്പ്, അതൊക്കെ അങ്ങനത്തെ റേപ്പ് പഴയകാല റേപ്പാണ്. പിന്നീട് റേപ്പ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഓടിച്ചിടുന്നു, പിടിക്കുന്നു, അങ്ങനെ ആക്കുന്നു, സാരി വലിച്ചു കീറുന്നു, അങ്ങനത്തെ റേപ്പ്. അതേസമയം കുറച്ചും കൂടി ഷക്കീല ചിത്രത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ആ റേപ്പ് ഈ പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല. ഇവ പറഞ്ഞ ലേസ്മ സീരീസിനകത്തൊക്കെ റേപ്പ് നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് അവർക്ക് ഫുൾ ബോഡിയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും റേപ്പ് ചെയ്യുന്നത്. കാരണം റേപ്പ് ചെയ്യുമ്പോൾ ഇത് എന്താണ് വലിച്ചു കീറണം, അതെല്ലാം വലിച്ചു കീറണം, പലതും വലിച്ചൂരണം, അങ്ങനെയൊക്കെ ഉണ്ട് റേപ്പിൽ. പക്ഷെ നമ്മുടെ സിനിമകൾ അറിയാമല്ലോ, ഇപ്പൊ ആദ്യരാത്രി ആണെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ട്രെയിൻ ടണലിലേക്ക് കയറി പോകുന്നു, ഒരു വണ്ട് പൂവിനകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ പാല് തിളച്ച് തീർന്നു,
അപ്പോൾ തന്നെ അപ്പുറത്ത് അമ്മ എന്നിട്ട് ചായ ഉണ്ടാക്കി പെണ്ണിന് കൊടുക്കുന്നു. ഇതാണ് ഇവിടെ നടന്നത്. ഇങ്ങനെയൊക്കെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിള്ളേർ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ കൊട്ടയിൽ ഒഴുകി വരുന്നതോ അല്ലെങ്കിൽ മഴ പെയ്തപ്പോൾ വീണമൊക്കെയാണ് ഇവിടെ പണ്ടൊക്കെ ഉള്ള സിനിമകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ചുറ്റുപാട് ഇവിടെ ഈ മനുഷ്യർ ജീവിച്ചിരിക്കുന്ന ഇത്രയും ഇതൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് അലിൻ ജോസ് പെരേരയുടെ ഒരു പുതിയ വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ്. വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് വളരെ രസകരമായ റേപ്പുകൾ, ഇതുവരെ റേപ്പിനെയൊക്കെ വളരെ മോശമായി കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കിടയിൽ, പണ്ടെന്ന് പറയുന്നത് മുടി വളർത്തുന്നവരെ കഞ്ചാവെന്നൊക്കെ പലരും എന്താ പറയുന്നത് പരിഹസിച്ചിരുന്ന കാലം. അതുപോലെ തന്നെ ഒരു ചെറുക്കനും വേണ്ടി ഒന്നിച്ച് കൈപിടിച്ചിരുന്നാൽ മറൈൻ ഡ്രൈവിൽ ചൂരവടി എടുത്തുകൊണ്ട് ചെല്ലുന്ന രാഷ്ട്രീയക്കാരുണ്ടാകുന്ന ഒരു കാലമുണ്ട്. പിന്നീട് ചുംബന സമരം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചുംബനങ്ങളും ഇപ്പോ ഒന്നിച്ച് താമസിക്കലും ഓരോ റൂംസും ഒന്നും ഒരു പ്രശ്നമല്ലാതായിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം, പോരാട്ടം, സമരം അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ റേപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം വളരെ ഇപ്പോ വില്ലത്തരമായിട്ടൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ റേപ്പ് പറയുമ്പോൾ എല്ലാവർക്കും ഒരു നേരത്തെ മുടിയും അല്ല പിന്നീടുള്ള ചുംബനവും ഒന്നിച്ചുള്ള ഇരിപ്പും ഓരോ റൂമും റെയ്ഡൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സംഭവമല്ലേ. അത് വളരെ ഇല്ലീഗലും അല്ല വളരെ ദോഷകരമായ സംഭവം തന്നെയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് സമൂഹം. ആ സമൂഹത്തിലേക്ക് റേപ്പ് വളരെ രസകരമായ രീതിയാണ്, രസകരമായ ഒരു പരിപാടിയാണെന്ന് ഒരു എന്താ പറയണ്ടേ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, സംസാരിക്കുന്ന വിഷയങ്ങളുള്ള അതുപോലത്തെ ഒരു സിനിമ എടുക്കാൻ ഈ സമയത്ത് ധൈര്യം കാണിച്ച അലിൻ ജോസ് പെരേരയ്ക്ക് നമ്മളൊന്നും എത്ര പറഞ്ഞാലും എത്ര എന്താ പറയണ്ടേ എഴുത്തി പറഞ്ഞാലും എന്തോ പറഞ്ഞാലും ശരിയാവുന്നില്ല. അങ്ങോട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അലിൻ ജോസ് പെരേര അഭിനയിക്കുന്ന അലിൻ ജോസ് പെരേര എപ്പോഴും ഹീറോ ആയിരിക്കും. വളരെ കറക്റ്റാണ്. അലിൻ ജോസ് പെരേരയുടെ സിനിമയിൽ അലിൻ ജോസ് പെരേര ഹീറോ, വിനീത് ശ്രീനിവാസന്റെ പറയൽ ഒന്നെങ്കിൽ വിനീത് ശ്രീനിവാസന്റെ അവന്റെ അനിയൻ ഹീറോ, പിന്നെ പൃഥ്വിരാജ് എടുക്കുന്ന സിനിമയിൽ പൃഥ്വിരാജ് ഹീറോ, മോഹൻലാൽ എടുക്കുന്ന സിനിമയിൽ മോഹൻലാൽ ഹീറോ, ഇപ്പൊ മമ്മൂട്ടി കമ്പനി എടുക്കുന്ന സിനിമയിലൊക്കെ മമ്മൂട്ടി ഹീറോ, അലിൻ ജോസ് എടുക്കുന്ന പടത്തിൽ അലിൻ ജോസ് ഹീറോ. അത്രേ ഉള്ളൂ. അതിന് ഇത്ര മാത്രം ആരും അലിൻ ജോസിനെ കളിയാക്കണ്ട. അവര് ചെയ്യുന്ന പൊട്ടപ്പടം, മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന ഈ മറ്റേ തൂങ്ങിക്കിടന്ന് ആടുന്ന ട്രെയിനൊക്കെ കൊടുത്താൽ ഇവനും തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടും, മറ്റേ ചെറൊക്കെ പിടിപ്പിച്ച് എന്നിട്ട് തൊഴിക്കും. അതൊക്കെ അലിൻ ജോസിന് ഈസി ആയിട്ട് ചെയ്യാം. മമ്മൂട്ടിയൊക്കെ നല്ലപോലെ സ്റ്റണ്ട് ചെയ്യും. എന്നിട്ട് സംശയം ഉണ്ടോ എന്ന് ജയിപ്പിച്ച് നോക്കും. മമ്മൂട്ടിയൊക്കെ നല്ലൊരു ഡാൻസും കളിക്കും. പിന്നെ ഈ മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തോ മോഹൻലാൽ എടുക്കുന്ന പടം എന്തോ ഇതുപോലത്തെ പടമൊക്കെയാ. റേപ്പൊക്കെ വളരെ മദ്യപിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണെന്ന് മോഹൻലാൽ പറയുന്ന പോലെ തന്നെ ഉള്ളൂ. വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു. വൈകിട്ട് റേപ്പ് ഒന്നും ഇല്ലേ? ആറാട്ടെണ്ണം പുറത്തായി. ആറാട്ടെണ്ണം ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറിയെന്നാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് റംബാൻ എന്ന് പറയുന്ന സിനിമ അവര് മോഹൻലാൽ ഉപേക്ഷിച്ചു, എന്തോ കാരണങ്ങളാൽ അവരുടെ റംബാൻ ഇനി വരത്തില്ല, ആ പ്രൊജക്ട് ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജ് കഴിഞ്ഞിടയ്ക്ക് അഭിനയിച്ച ഏതോ ഒരു സിനിമയാണ് ഹിന്ദിയിൽ, ബഡാമിയ ചുണ്ടമയൊക്കെ, അത് ഫഹദ് ഫാസിലായിരുന്നു അഭിനയിക്കേണ്ട. ഫഹദ് ഫാസ് അതിനകത്തൊന്ന് പിൻവാങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ബ്ലഡി എന്ന അലിയേറ്റന്റെ പെണ്ണ് നാൻസി എന്ന സിനിമയിൽ നിന്നും ആറാട്ടെണ്ണം പിൻവാങ്ങിയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? അതെന്താ ആറാട്ടം പിന്മാറുമ്പോ ഒരു ഖേയും മറ്റേ പുൽക്കർ പിന്മാറുമ്പോ ഹോ എന്നൊക്കെ വെക്കണ മമ്മൂട്ടിയുടെ മോനായതുകൊണ്ടല്ലേ. വർക്കിച്ചാന്റെ മോൻ എന്താ പിന്മാറുമ്പോ ഒരു ഓ. അതെ, എത്ര എന്ത് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എത്ര നമ്മൾ ഈ വന്ന പുതുമുഖ സംവിധായകരെയും അതുപോലെ തന്നെ പുതുമുഖ ഇവിടെ തിരക്കഥാകൃത്തുകളും പലരുമുണ്ട് അല്ലേ. നടന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വന്തമായി സ്ക്രിപ്റ്റ് സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യുന്ന ആരാ ഇവിടെ ഉള്ളത്? വിനീത് ശ്രീനിവാസനൊക്കെ തന്നെ എടുക്കാം. പാട്ട് ഇവൻ പാടും, ഡാൻസ് കളിക്കും, കഥ ഉണ്ടാക്കും, അഭിനയിക്കും, വേണേ ക്യാമറയും ചെയ്യും. അതാണ് അലിൻ ജോസ് പെരേര. അലിൻ ജോസ് പെരേരയുടെ തലതെറിച്ച് എന്ന് പറഞ്ഞ ഫിലിം നമ്മൾ കണ്ടതാണ്. ഒരുപാട് ആക്ഷൻ സീക്വൻസസ് ഉണ്ട്, ചേസിങ് സീക്വൻസസ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, പിന്നെ 3 സീരീസ് ഉണ്ട്. ഇവരെ കൊണ്ടൊക്കെ പറ്റൂ? ഇമാരെ കൊണ്ട് ഇതുപോലെ നടക്കൂ? ഇവിടെ ഉള്ള സംവിധായകന്മാരാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ പറഞ്ഞ മക്കള് ഇവനെ കൊണ്ടൊക്കെ എല്ലാം നടക്കുക. അതിനകത്ത് അപ്പനും മോനും ഒക്കെ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പൻ മോനേക്കാൾ ചെറുതായിട്ട് അഭിനയിച്ചേക്കുന്നത്. മോൻ ഇടി പിടിക്കുന്ന അച്ഛൻ ആണെന്നേ ചാറ് ഇറക്കി വിടുക. അതെന്ത് എത്ര വ്യൂസ് ആണ് നോക്കി യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അടിച്ചു കയറിയത്. ഏറ്റവും കൂടുതൽ ട്രോളുകൾ അന്ന് അതിനായിരുന്നു. ചെറിയ കാര്യമാണോ? കോക്ക് പിന്നെ ഇങ്ങനത്തെ സിനിമയ്ക്ക് റിവ്യൂ പറയാത്തോണ്ടാ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കോക്കും പറയേണ്ടി വരും ഇങ്ങനെ പോയാൽ. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ അലിൻ ജോസ് പെരേരയുടെ പടങ്ങളുടെ റിവ്യൂ എന്താണ്? ഞാൻ ഈ സിനിമ കണ്ടിട്ട് റിവ്യൂ ഇടാൻ തന്നെ തീരുമാനിച്ചു. ഇവരുടെ മുന്നത്തെ പടം ഞാൻ കണ്ടിരുന്നു, ബ്ലഡി നൈറ്റ്. അത് ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഒരു പ്രേതമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടക്കുന്ന ഹോട്ടൽ മുറി നടക്കുന്ന കുറച്ച് ഹോട്ട് രംഗങ്ങൾ അതിനകത്തുണ്ട്. അത് യക്ഷിയുമായി ഉള്ള ഹോട്ട് രംഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ് കഥയുടെ. അത് ഇപ്പൊ പറയുന്ന ഒരു ഇതായ സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് ക്യാമറയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ക്യാമറ കാണാൻ പറ്റിയില്ല ഏതാണെന്ന്, പക്ഷേ എങ്ങാനും ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ കോസ്റ്റ്യൂംസ് എല്ലാവരും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് വേഷം ധരിച്ചിരുന്നത്. എന്നാണെങ്കിലും പിന്നെ ഓരോരുത്തരുടെ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആറാട്ടന്റെ പ്രത്യേകിച്ച് നെറ്റ് മുട്ടിക്കുന്ന ഒരു പെർഫോമൻസ് അതിനകത്തുണ്ട്. വളരെ എന്താ പറയുക, സ്വാഭാവികവും അതുപോലെ തന്നെ
ഈ ഒരു സാഹചര്യത്തിന് ഏറ്റവും അതിന് പറയുന്നത് അനുയോജ്യവുമായ, മനസ്സിലായില്ലേ, അങ്ങനെ ഒരു സീൻ അഭിനയിക്കുമ്പോൾ ആറാട്ടന്റെ മുഖത്ത് വന്ന ഭാവങ്ങൾ എന്ന് പറയുന്നത് ഓസ്കാർ, ഒരു ഏറ്റവും നല്ല ഒരു മികച്ച നടനുള്ള ഓസ്കാർ അവാർഡിന് വരെ നോമിനേഷന് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു ഈ ബ്ലഡി നൈറ്റ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോൾ ബ്രൈറ്റ് എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ, അയാൾ ആരുടെ മകനൊന്നും അല്ലാത്തതുകൊണ്ടല്ല അവനും എടുത്തതിന് സിനിമ. അവൻ കുറച്ച് നന്നായിട്ട് ചെയ്യട്ടോ, അവൻ അങ്ങനെ പ്രശ്നമുള്ളത്. ഇവിടെ കാണുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവരെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ കുറച്ചുകൂടെ റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ എടുക്കണമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവന് കുറച്ചുകൂടെ പെട്ടെന്ന് പേരെടുക്കാൻ പറ്റുന്നുണ്ട്, അവൻ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാം ഇതൊക്കെ തന്നെ ചെയ്യുന്ന പോലെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെന്താ, യക്ഷിയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, അതിനകത്ത് യക്ഷിയാണോ മനുഷ്യനാണോ യക്ഷിയാണോ ആറാട്ടനാണോ പെരേരയാണോ ആറാട്ടന്, അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ഗംഭീര മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് സ്വല്പം ലാഗ് ഉണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് ലാഗാണ്, പിന്നത്തെ 5 മിനിറ്റ് കഥയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളും അതുപോലെ തന്നെ സസ്പെൻസും ത്രില്ലും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത് ആരോ ആണ്, എന്താണെങ്കിലും അത് നല്ലതാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന പ്രൊഡ്യൂസർ തന്നെയാണ് നായകൻ. അതുകൊണ്ട് നായകന് കുറച്ച് ഹോട്ട് സീൻസ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് പല നിരൂപകരും വളരെയധികം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഹോട്ട് സീൻസ് അയാൾ മാത്രമേ അഭിനയിച്ചുള്ളൂ. മറ്റേ ആറാട്ടനൊന്നും അത്ര ഹോട്ടാവാൻ പറ്റിയില്ല. ആറാട്ടൻ ചെറുതായിട്ടൊന്ന് വാമായി, പക്ഷെ അത്ര ഹോട്ടായില്ല. അപ്പോ നെറ്റി മുട്ടിക്കുന്ന സീനും അതുപോലെ തന്നെ പെരേരയുടെ കുറച്ച് എന്തോ ഒരു തോക്കൊക്കെ എടുക്കുന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ ഒരു സീനൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് മനസ്സിലായില്ല. വളരെ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെപ്പറ്റി. എന്താണെങ്കിലും വീണ്ടും ഞാൻ ഒന്നുകൂടെ കാണുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. ഈ കാലഘട്ടത്തിന് ചേർന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഈ സിനിമകളൊക്കെ കണ്ടിരിക്കുക. പിന്നെ ഈ സിനിമ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു റിസർച്ച് സബ്ജക്റ്റ് ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ അത്രയ്ക്കും സിനിമകളെ പറ്റി പഠിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഡയറക്ടറുടെ ഭാഗത്തുനിന്നും, അതിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ക്യാമറയും എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ ആറാട്ടനെ ഒന്നും ഇന്ന് കേരളത്തിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് വിളിക്കാൻ ആർക്കും അങ്ങനെ സാധിക്കില്ല. ആറാട്ടൻ 1ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ആറാട്ടൻ കേരളത്തിലെ ഷോർട്ട് ഫിലിമിലെ 7ാം നമ്പർ നടനാണ്. 7ാം നമ്പർ അല്ല, 12ാം നമ്പർ നടനാണ്. അതുപോലെ തന്നെ പെരേര 9ാം നമ്പർ നടനാണ്. അങ്ങനെ ഓൾബ്രൈറ്റ് സംവിധാനം നടനും കൂടിയാണ്, അതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവരൊക്കെ കുറെ ഉണ്ടല്ലോ അങ്ങനെ അഭിനയിക്കുന്നവർ, അവരെ പോലെയൊക്കെ തന്നെ അവര് തന്നെ കയറി വന്നവർ, ആരുടെ അപ്പന്റെ വാല് പിടിച്ച് വന്നവരോ ഒന്നുമല്ല, വേറെ ഷോയ്ക്കകത്തൊന്നും പോകുന്നവരല്ല. തിയേറ്ററിന് മുന്നിൽ മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ ഇവര്. ബാക്കി സമയങ്ങളിൽ അവർ റിസർച്ചും സ്റ്റഡിയും ഡെവലപ്മെന്റ്സും ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമൊക്കെ ഉണ്ട്, ആട്ടായം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ ചെയ്യുന്ന പരിപാടികൾ കാണാൻ എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ളതിൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പൊ ഈ സിനിമ ഈ രസകരമായ റേപ്പുകളുള്ള ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു സ്ത്രീയെ 3 പുരുഷന്മാരുടെ സമീപന രീതികൾ പറയുന്ന 3 തരം ബന്ധങ്ങളുടെ കഥ പറയുന്ന, എന്റെ പേര് അലിയേട്ടന്റെ പെണ്ണ് നാൻസി അലിയേട്ടന്റെ, അങ്ങനെ അങ്ങനെ പാട്ടൊക്കെ ഉണ്ടാക്കുമായിരിക്കും അല്ലേ. അത് തന്നെ, അതുകൊണ്ട് ഇതങ്ങനെ ഈ പടങ്ങൾക്ക് വേറെ പ്രത്യേകത. ഇതങ്ങനെ എല്ലാവരുടെയും കോപ്പയിലെ ചായ അല്ല, ഇതെല്ലാവരുടെയും കോപ്പയിലെ കാപ്പിയുമല്ല, ഇത് ഒരു കോപ്പയിലെയും ജ്യൂസുമല്ല, ഇതൊരു കോപ്പുമല്ല. ഇതൊരു കോപ്പയിലെ കാപ്പിയുമല്ല, കോപ്പയിലെ ചായമല്ല, ഇതൊരു കോപ്പുമല്ല. മനസ്സിലായി? ഇത് ജസ്റ്റ് കാണുക, എൻജോയ് ചെയ്യുക, പോവുക. കൂടുതൽ ആരും അങ്ങനെ ഡയലോഗ് അടിക്കണ്ട. ഇവര് ചെയ്യുന്നതിന് പോകാനും മറ്റൊരു ചെയ്യുന്ന കൈ അടിക്കാനും ഉള്ളവന്മാരാണ് ഇവരെ തെറി വിളിക്കുന്നത്. ഈ മണ്ടന്മാർ കാണിക്കുന്ന പൊട്ടത്തരങ്ങൾ മൊത്തം കോടികൾ മുടക്കി കാണിക്കുന്ന വിഡ്ഢിത്തരം കണ്ടിട്ട് ഇവിടെ ചെന്നിട്ട് ഇവന്മാരെ തെറി വിളിക്കുന്നവന്മാരോ, അത് കണ്ടിട്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ എനിക്കൊന്നും ഇവിടെ തീർക്കുന്നതെന്ന് തോന്നുന്നു. കഷ്ടമുണ്ട് പാവങ്ങൾ. ഇവർ ചെയ്യുന്നതിന് ഒരു കുഴപ്പം കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനെ വന്ന് തെറി വിളിക്കുന്നവന്മാരെ എന്തോ ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ ഒരു നിവൃത്തികേടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും നിവൃത്തികെട്ട മനുഷ്യരല്ലാതെ ആരും ഇങ്ങനെയൊക്കെ അവരെന്തെങ്കിലും ചെയ്യട്ടെ. അവർ ചിലപ്പോൾ നാളെ നന്നായി എന്തിരിക്കും. മോലൊക്കെ പണ്ട് കാണിച്ചോണ്ടിരുന്നത് എന്തോ ആണ്, എന്നാൽ ഉണ്ടൊക്കെ കുത്തി കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ്. അതിന് കള്ളു പിടിച്ച സീൻ കാണിക്കുക, ഊളത്ര കാണിച്ചോണ്ടിരുന്ന നടനാ. മമ്മൂട്ടി ഇതൊക്കെ തന്നെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അല്ലേ എല്ലാവരും വളർന്നു വരുന്നത്. അതുപോലെ ഇവരാണ് നാളത്തെ താരങ്ങളെങ്കിലോ എങ്ങനെ പറയാൻ പറ്റും. ഫുക്രു നാളത്തെ ഒരു മോഹൻലാലാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവനിങ്ങനെ പതുക്കെ കയറി സിനിമയിലൊക്കെ അഭിനയിച്ച് ചിലപ്പോൾ ഒരു ദിവസം സ്റ്റാറായി മാറും കേരളത്തിൽ. എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ അലിൻ ജോസ് പെരേര സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ വിനീത് ശ്രീനിവാസന്റെ ഒക്കെ റേഞ്ചില്ലേ, അതുപോലെ പോകും. ഫുക്രു മോഹൻലാലിന്റെ റേഞ്ച് കേട്ടിട്ടുണ്ടോ, അതുപോലെ പോകും. ദുൽഖറിന്റെ റേഞ്ചിലേക്ക് വരുന്നത് അതാരാ, കിംകിമോ ടൈഗറോ വല്ലതും ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ കാര്യം. അവ ശരി, അടുത്ത പടത്തിന്റെ റിവ്യൂമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മെയിൻ സിനിമ റിവ്യൂ ചെയ്യുന്ന കാലം ഇതാ. ഇവർ ഒറ്റ ഇന്റർവ്യൂ തന്നെ എന്തെല്ലാം കാണും. സിനിമകളെ കണ്ടു കഴിഞ്ഞ് റിവ്യൂ ചെയ്യുമ്പോൾ എന്തെല്ലാം കാണേണ്ടി വരും.